ഒരു ചൈനീസ് രീതിയിൽ, അതായത് 5 സ്പൈസ് പൗഡർ വെച്ചിട്ട് നമുക്കൊരു ചിക്കൻ ബേക്ക് ചെയ്താലോ. അപ്പോൾ അതിനാവശ്യമുള്ള ഇൻഗ്രീഡിയൻസ് ഞാൻ ഹോൾ ലെഗ്സ് 3 ഹോൾ ലെഗ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ ഈ 5 സ്പൈസ് പൗഡർ എന്താണെന്ന് ഞാനൊന്ന് പരിചയപ്പെടുത്താം. അതായത് വേറൊന്നുമില്ല, നമ്മുടെ വീട്ടിലൊക്കെ തന്നെ ഉള്ള സാധനങ്ങളാണ്. അതായത് പെപ്പർ, നമ്മുടെ കുരുമുളക്, പിന്നെ പെരിഞ്ചീരകം, കറുവപ്പട്ട, ഗ്രാമ്പു, സ്റ്റാർ അനീസീഡ്, ഈ 5 എണ്ണം ചേർന്ന് പൊടിച്ചെടുക്കുന്നതാണ് 5 സ്പൈസ് പൗഡർ എന്ന് പറഞ്ഞത്. അപ്പോൾ ഞാൻ പെപ്പർ ഇപ്പോൾ ഒരു 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. ഒരു 2 കഷ്ണം കറുവപ്പട്ട, ഒരു തക്കോലം, 1 ടീസ്പൂൺ പെരിഞ്ചീരകം, പിന്നെ ഒരു 3-4 ഗ്രാമ്പു. ഇത് നമ്മൾ ഇവിടെ ഞാൻ കുറച്ച് ഇഞ്ചി ഒരു 2-3 കഷ്ണവും വെളുത്തുള്ളി ഒരു 10 എണ്ണം എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്ത് അരയ്ക്കണം നമ്മൾ. ഈ 5 സ്പൈസ് പൗഡറും ജിഞ്ചറും ഗാർലിക്കും എല്ലാം കൂടെ അരച്ചിട്ട് വേണം നമുക്ക് ഉപ്പൊക്കെ ചേർത്ത് ഈ കോഴിയിലൊന്ന് പരട്ടി. ഇത് മാക്സിമം നമ്മളൊരു 1 ഹവറെങ്കിലും പരട്ടി വെച്ചാലാണ് അതിനകത്തോട്ടെല്ലാം പിടിക്കുകയുള്ളൂ. പിന്നെ സോസുകളായിട്ട് ഞാനിപ്പം ഇവിടെ ഓയിസ്റ്റർ സോസും സോയാ സോസും കൂടെ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഇത് ആദ്യം അരച്ചെടുത്തിട്ട് വന്നിട്ട് നമുക്കിതിൽ ചിക്കനിൽ ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ചിക്കൻ ബേക്ക് ചെയ്യാനായിട്ട് ഞാനൊരു ബേക്കിംഗ് ട്രേയിൽ തന്നെയാണ് ഈ ചിക്കൻ പീസസ് റെഡിയാക്കി വെച്ചേക്കുന്നത്. അതിനകത്തോട്ട് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും 5 സ്പൈസ് പൗഡറും അരച്ചതും ഇതെല്ലാം കൂടെ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് എരിവിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂണോളം ചില്ലി ഫ്ലേക്സ് ഞാൻ ആഡ് ചെയ്തു. പിന്നെ കുറച്ച് സോയാ സോസ്, ഏകദേശം ഒരു ടീസ്പൂണോളം മതിയാവും സോയാ സോസ്. പിന്നെ കുറച്ച് ഓയിസ്റ്റർ സോസ്. ഇപ്പോൾ ഞാൻ ഉപ്പ് ഞാൻ ചേർക്കുന്നില്ല. നമുക്കിതെല്ലാം കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ഓയിസ്റ്റർ സോസിനും സോയാ സോസിനും ഒക്കെ നല്ല ഉപ്പ് ഉണ്ടാകും. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ചിക്കനിലൊന്ന് ഇതെല്ലാം കൂടെ തേച്ച് പിടിപ്പിച്ച് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്താൽ മതി. ഞാനിപ്പോൾ ഇതെല്ലാ പീസസിലും മുഴുവൻ ഇതൊന്ന് മിക്സ് ചെയ്ത് വെച്ച് റെഡിയാക്കട്ടെ. അപ്പോൾ അത് മാരിനേറ്റ് ചെയ്ത് ആ ബെഡയിൽ ഞാനിപ്പോൾ ഇങ്ങനെ ചിക്കൻ പീസസിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ സ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ആ മസാലയൊക്കെ അതിനകത്തോട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തേക്കുന്നത്. ഇതിപ്പോൾ നമുക്ക് ഹോൾ ഫിഷായിട്ടും ചെയ്യാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഒരേ സൈസിലുള്ള, ഇപ്പോൾ നമ്മളൊരു ചിക്കൻ്റെ പല പല പീസായിട്ട് ഇങ്ങനെ ബേക്ക് ചെയ്യുന്നതിലും നല്ലത് എല്ലായിടത്തോട്ടും കുക്കിംഗ് ഒരേപോലെ കിട്ടാൻ വേണ്ടിയിട്ട് ഒരേ സൈസിലുള്ള പീസസ് യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഞാനിപ്പോൾ ഹോൾ ലെഗ്സ് ആണ് ഇവിടെ എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് 3ഉം ഒരേപോലെ തന്നെ കുക്കായി കിട്ടും. ഇപ്പോൾ നമ്മൾ ലെഗും ബ്രസ്റ്റും എല്ലാം കൂടെ വെക്കുമ്പോൾ പലതിനും പല കുക്കിംഗ് ടൈമാണ്. അതൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. കഴിയുന്നതും ഒരേ സൈസിലുള്ള ചിക്കൻ പീസസ് ബേക്ക് ചെയ്യുമ്പോൾ, കറി വെക്കുമ്പോൾ കുഴപ്പമില്ല, ബേക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക. അതൊക്കെ ചെറിയ ചെറിയ ഓരോ ടിപ്സാണ് എനിക്കറിയാവുന്നത് നിങ്ങളുമായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങളെല്ലാവരും എൻ്റെ ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഫ്രണ്ട്സിനോടൊക്കെ പറഞ്ഞ് അവരെ കൊണ്ടൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കണം. നല്ല നല്ല ഡിഷസ് ആയിട്ടാണ് ഞാൻ ഓരോ ദിവസം ആഴ്ചയിൽ 3 എണ്ണം വെച്ച് ഞാൻ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വെയിറ്റ് ചെയ്തിരുന്നാൽ മനസ്സിലാകും. പിന്നെ ഇതിനെ ഞാൻ ഇനിയിപ്പോൾ ഉപ്പൊക്കെ നോക്കട്ടെ, വേണമെങ്കിൽ മാത്രം ഉപ്പ് ആഡ് ചെയ്യാം. എന്നിട്ട് ഇതിനെ മിനിമം ഒരു 1 ഹവർ വെക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ തന്നെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം ഉപയോഗിക്കാം, എന്നാലും കുഴപ്പമില്ല. അപ്പോൾ ഞാൻ ഉപ്പൊക്കെ ഒന്ന് നോക്കിയിട്ട് വരട്ടെ. അപ്പോൾ ഞാൻ നോക്കിയപ്പം ഉപ്പ് കുറവുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കനിൽ ഉപ്പിട്ട് കൊടുത്തു. എന്നിട്ട് ഒന്നും കൂടെ അതിനെ യോജിപ്പിച്ച് എല്ലായിടും ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഇപ്പം ഉപ്പൊക്കെ കറക്റ്റായിട്ടുണ്ട്. ഇനി ഒരു നുള്ള് പഞ്ചസാര നല്ലതായിട്ടൊന്ന് കാരമലൈസ് ചെയ്ത് നല്ലൊരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊരു എന്നാൽ മധുരമൊന്നും ഉണ്ടാവില്ല. ഏകദേശം 1 ടീസ്പൂണോളം പഞ്ചസാര ആഡ് ചെയ്താൽ മതി. എന്നിട്ടും നമുക്ക് നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കഴിയുന്നതും നല്ല മാക്സിമം നന്നായിട്ട് അതിനകത്ത് ഇങ്ങനെ തിരുമ്മി പുരട്ടി വെക്കണം. അപ്പോൾ നല്ലൊരു കളറും കിട്ടും. അതിനാണ് നമ്മൾ ഷുഗർ കുറച്ച് ആഡ് ചെയ്യുന്നത്. പിന്നെ ചൈനീസ് ഡിഷസിന് എപ്പോഴും കുറച്ച് ഷുഗർ ഉണ്ടാവും. അവരുടെ എല്ലാ ഡിഷിനും കുറച്ച് ഷുഗർ അവർ ആഡ് ചെയ്യും. ഞാനിപ്പോൾ വൈകിട്ടേ ഉണ്ടാക്കുന്നുള്ളൂ. അപ്പോൾ ഞാനിത് മാരിനേറ്റ് ചെയ്തിട്ട് ഇനി ഫ്രിഡ്ജിനകത്തോട്ടൊന്ന് വെക്കാൻ പോവാം. പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഫ്രിഡ്ജിൽ വെക്കുന്നവരാണെങ്കിൽ എപ്പോഴും ബേക്ക് ചെയ്യുന്നതിന് ഒരു മണിക്കൂർ മുമ്പ് അതിനെടുത്ത് വെളിയിൽ വെക്കണം. അതായത് അതിൻ്റെ റൂം ടെമ്പറേച്ചർ ആയിരിക്കണം.
ഇപ്പം ഏത് ടെമ്പറേച്ചറിലാണോ ഇരിക്കുന്നത് ആ ടെമ്പറേച്ചറിലാക്കിയിട്ട് വേണം നമുക്ക് ബേക്ക് ചെയ്യാനായിട്ട്. ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് നേരെ നമുക്ക് ബേക്ക് ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഒരു മിനിമം ഒരു 1 ഹവറെങ്കിലും പുറത്ത് വെച്ചിട്ട് നമുക്ക് റൂം ടെമ്പറേച്ചർ മീറ്റിനെ ആക്കിയിട്ട് വേണം ബേക്ക് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഞാൻ ചിക്കൻ ഒരു മണിക്കൂർ ഒന്ന് വെളിയിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ ഓവൺ ഒന്ന് പ്രീഹീറ്റ് ചെയ്യാൻ പോവുകയാണ്. പ്രീഹീറ്റ് ചെയ്തിട്ട് 10 മിനിറ്റ്സ് കഴിഞ്ഞിട്ട് നമുക്കിതിനെ ബേക്ക് ചെയ്യാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഓവണിൽ ബേക്ക് ആയിക്കൊണ്ടിരിക്കുന്നു. ഞാൻ വിചാരിച്ചു ചിക്കൻ തന്നെ എങ്ങനെയാണ് കഴിക്കുന്നത്, അപ്പോൾ അതിൻ്റെ കൂടെ ഒരു നൂഡിൽസും കൂടെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ഓണിയനും പച്ചമുളകും അരിഞ്ഞത് ഒന്ന് വഴറ്റാനായിട്ട് ഇട്ടിട്ടുണ്ട്. കുറച്ച് ഗാർലിക്കും, സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്. ഒന്ന് അതിൻ്റെ പച്ചച്ചവ മാറി കിട്ടിയാൽ മതി. അതായത് നമ്മൾ എപ്പോഴും നൂഡിൽസ് ഉണ്ടാക്കുമ്പോൾ ആ വെജിറ്റബിൾസും ഇതുമൊക്കെ നല്ല ക്രിസ്പായിട്ടിരിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് പച്ചച്ചവ മാറി കിട്ടിക്കഴിയുമ്പോൾ ബാക്കി വെജിറ്റബിൾസും ആഡ് ചെയ്ത്, ഞാൻ ഓൾറെഡി നൂഡിൽസ് കുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ പാക്കറ്റ് ഇൻസ്ട്രക്ഷൻസ് പോലെ നിങ്ങൾക്കും അതുപോലെ കുക്ക് ചെയ്തെടുക്കാം. ഏത് നൂഡിൽസ് വേണമെങ്കിലും യൂസ് ചെയ്യാം. അപ്പോൾ ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും സവാളയുടെയൊക്കെ പച്ചച്ചവ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് ആ സ്പൈസ് പൗഡർ പേസ്റ്റ്, നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ച ആ സ്പൈസ് പൗഡർ പേസ്റ്റും ജിഞ്ചർ ഗാർലിക്കും കൂടെ. അതിനകത്ത് ജിഞ്ചറും ഗാർലിക്കും കുറച്ചേ ഉള്ളൂ, അതുകൊണ്ടാണ് ഞാൻ വേറെ കുറച്ച് ജിഞ്ചർ ഗാർലിക്ക് അരിഞ്ഞത് ഇതിനകത്ത് ചേർത്തത്. അപ്പോൾ ആ സ്പൈസസും കൂടെ അതിനകത്തോട്ട് കിട്ടിക്കോളും. ഇനി അതൊന്ന് വഴന്ന് കിട്ടണം. നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് ആ അരപ്പ് ഇങ്ങനെ ഇതിൽ വഴറ്റുമ്പോൾ. നമുക്ക് മസാല ഇങ്ങനെ കുറച്ച് സ്പൈസസ് കൂട്ട് ചെയ്ത പോലെ ഉള്ള നൂഡിൽസ് റെസിപ്പിയാണ് ഇപ്പോൾ കാണിക്കുന്നത്. അല്ലെങ്കിൽ സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ജസ്റ്റ് ജിഞ്ചറും ഗാർലിക്കും ഓണിയനും പച്ചമുളകും വെറുതെ വഴറ്റിയിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇതിപ്പം ആ സ്പൈസിൻ്റെ മിക്സിൻ്റെ ആ സ്പൈസിൻ്റെ ഫ്ലേവേഴ്സ് നൂഡിൽസിനും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ആ മിക്സ് ഇതിനകത്ത് ആഡ് ചെയ്തത്. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് വഴന്ന് വരണം. ഇനി നമുക്ക് ഇതിനകത്തോട്ട് ആ മിക്സ് ചെയ്ത് വെച്ച ചിക്കൻ മിക്സും കൂടെയാണ് ഞാൻ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. മിക്സ് ചെയ്ത ചിക്കനും മിക്സ് ചിക്കൻ യൂസ് ചെയ്തു. എന്നിട്ട് അതിനെ ഒന്ന് നിരത്തിയിട്ട് കൊടുക്കാം. അപ്പോഴത്തേക്ക് അത് കുക്കാവാൻ കുറച്ച് സമയം എടുക്കും. ഇപ്പോൾ ഇതിന് പകരം നമുക്ക് ചിക്കൻ പീസസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോൺസ് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടം. അപ്പോൾ ഞാനിവിടെ ഉപയോഗിച്ച ചിക്കൻ മിൻസ് കുറച്ച് ബാക്കി എനിക്ക് ഇരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതാണ് ഞാനിപ്പം ഈ നൂഡിൽസിൽ യൂസ് ചെയ്തത്. ചിക്കൻ മിൻസൊക്കെ എളുപ്പം വെന്തോളും. അതിൻ്റെ ആ കളറൊന്ന് ചേഞ്ചായി കിട്ടിയാൽ മാത്രം മതി, എളുപ്പം വെന്ത് കിട്ടിക്കോളും. ഇതൊന്ന് വെന്ത് വരട്ടെ, എന്നിട്ട് വേണം നമുക്ക് ഇതിനകത്തോട്ട് വെജിറ്റബിൾസ് ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഇതിനകത്തോട്ട് കുറച്ച് ഒരു ക്യാരറ്റ് ജൂലിയനായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് നല്ല ചീരയും മഷ്റൂമും, ഇത്രയാണ് നമ്മൾ വെജിറ്റബിൾസ് ഇതിനകത്ത് ഞാൻ ആഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഉപ്പൊന്നും ആഡ് ചെയ്യുന്നില്ല, അതായത് അല്ലെങ്കിൽ ചീരയുടെ ഇലയൊക്കെ കയറി പിടിക്കും ഉപ്പ്. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ. ഓൾറെഡി നമ്മുടെ ചിക്കൻ മിൻസിൽ കുറച്ച് ഉപ്പുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്കിത് മൂടി വെച്ച് കഴിഞ്ഞിട്ട് വെജിറ്റബിൾസ് ഒന്ന് വെന്ത് കഴിഞ്ഞിട്ട് ഉപ്പ് ആഡ് ചെയ്യാം. മൂടി വെച്ചിട്ട് ഒരു 2 മിനിറ്റ്സ് മതി. അപ്പോഴേക്കും നമ്മുടെ വെജിറ്റബിൾസൊക്കെ കുക്കായി കിട്ടിക്കോളും. അപ്പോൾ ഒന്ന് തുറന്ന് നോക്കാം. ആ വെജിറ്റബിൾസൊക്കെ ഒന്ന് കുക്കായി വരുന്നുണ്ട്. ഇനി ഞാൻ ഇതിനകത്തോട്ട് കുറച്ച് ഉപ്പ്, ആഡ് ചെയ്യാം. പിന്നെ വേണമെങ്കിൽ നമുക്ക് നൂഡിൽസും കൂടെ മിക്സ് ചെയ്ത് കഴിഞ്ഞ് നൂഡിൽസ് നമ്മൾ ഉപ്പിട്ടാണ് വേവിച്ചേക്കുന്നത്. ചീരയിലേക്ക് ഒന്നും കൂടെ കുക്കാവാനുണ്ട്. നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് മൂടി വെച്ച് വേവിക്കാം. എപ്പോഴും ശ്രദ്ധിക്കുന്നത് ഹൈ ഹീറ്റിൽ വേണം നമ്മൾ ചൈനീസ് ഇത് കുക്ക് ചെയ്യാനും.
അതുപോലെ വെജിറ്റബിൾസൊക്കെ ഒന്നും അധികം വെന്ത് പോകരുത്, നല്ല ക്രഞ്ചി ആയിട്ട് ഇരിക്കണം. അപ്പോൾ ജസ്റ്റ് കറക്റ്റ് വേവേ പാടുള്ളൂ. എന്നിട്ട് ചൂടോട് തന്നെ കഴിക്കുകയും വേണം. ഇതൊക്കെയാണ് ചൈനീസ് ഫുഡിൻ്റെ പ്രത്യേകത. നമ്മൾ ഹോട്ടലിലൊക്കെ പോയി ഇതുപോലെ ഓർഡർ ചെയ്ത് കഴിക്കുമല്ലോ, അങ്ങനെ അതുപോലെ ഇങ്ങനെ നമുക്ക് വീട്ടിലും അതേപോലെ തന്നെ ഉണ്ടാക്കിയെടുക്കാം. ഒന്നും കൂടെ ഒരു മിനിറ്റും കൂടെ ഒന്ന് വേണ്ട. ഇപ്പോൾ നമ്മുടെ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി തീ നന്നായിട്ടൊന്ന് കുറയ്ക്കണം. തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം ഇതിനകത്തോട്ട് നൂഡിൽസ് ആഡ് ചെയ്യാനായിട്ട്. പിന്നെ നൂഡിൽസ് ആഡ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ വിട്ട് കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനെ ഇങ്ങനെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തിട്ട് വേണം ആഡ് ചെയ്യാനായിട്ട്. അപ്പോൾ കട്ട പിടിക്കാതെ നമുക്ക് നല്ല നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നൂഡിൽസ് മുഴുവൻ ആഡ് ചെയ്തു. നൂഡിൽസ് ആഡ് ചെയ്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്കിതിനെ ടോസ് ചെയ്തെടുക്കാനേ പാടുള്ളൂ. ഒത്തിരി അങ്ങ് ഇളക്കണ്ട, ഒന്നിങ്ങനെ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇനിയിപ്പോൾ എരിവൊക്കെ എല്ലാവരും നോക്കാം. ആവശ്യമുണ്ടെങ്കിൽ കുറച്ച് പെപ്പർ പൗഡറോ എന്തെങ്കിലും ഇതിനകത്ത് യൂസ് ചെയ്യാം. അല്ലോ, നല്ല സ്പൈസ് മിക്സ് ചേർത്ത് നല്ല നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല കളർഫുള്ളും ആയിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കുറച്ചും കൂടെ ഒരു ഫ്ലേവേഴ്സ് കൂട്ടാൻ വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് സെലറി, ക്യാപ്സിക്കം, സ്പ്രിംഗ് ഓണിയൻ ഇത്രയും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതൊക്കെ പച്ചനെ തന്നെ ആഡ് ചെയ്താൽ മതി. അത് ആഡ് ചെയ്തിട്ട് പിന്നെ കുക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഇനി നമുക്ക് അത് സെർവ് ചെയ്ത് എടുക്കാം. എളുപ്പമല്ലേ? അപ്പോൾ നിങ്ങൾക്ക് കണ്ടിട്ട് എങ്ങനെ തോന്നുന്നു? നമുക്ക് വീട്ടിലും ഇതുപോലെ ഹോട്ടൽ സ്റ്റൈലിൽ നല്ല കളർഫുള്ളും ടേസ്റ്റി ആയിട്ടുള്ള നൂഡിൽസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ലേ? അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഉണ്ടോ? ഓവണിൽ നിന്ന് എടുത്ത ചിക്കൻ നല്ല റെഡി ആയിട്ടുണ്ട്. ഞാൻ അതൊരു പ്ലേറ്റിലിട്ട് ഗാർണിഷ് ചെയ്ത് സെർവ് ചെയ്യുന്ന കാണിച്ചു തരാം.